അതെ, ഞാൻ KSFE ഒരു കുറി ചേർന്ന് പോയി. അവിചാരിതമായി എൻ്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ട് ഞാനൊരു കുറിയിൽ അങ്ങ് ചേർന്നതാണ്. എന്തോ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഫസ്റ്റിലത്തെ നറുക്കെടുപ്പിൽ എനിക്കാണ് ആ കുറി കിട്ടിയത്. അപ്പം ഞാൻ അത് എന്ത് ചെയ്യണമെന്നാലോചിച്ച് അവിടെ ചെന്ന് ഇപ്പോൾ അവർ വലിയൊരു എന്താ പറയുക, കല്യാണ വീട്ടിലേക്ക് സദ്യക്ക് ഒരുക്കുന്ന ലിസ്റ്റ് പോലെ ഒരു വലിയ ലിസ്റ്റ് തന്നു. ഞാൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ അവസാനം എത്രയോ കഷ്ടപ്പെട്ടു. കുറേ ദിവസങ്ങളായി ഞാൻ അതിന്റെ പിന്നാലെ നടക്കുന്നു. ഇതെല്ലാം ഞാൻ തയ്യാറാക്കി അവസാനം ഇന്ന് ഞാൻ ആ KSFE ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പറയുന്ന പ്രവീഷ് വേറെയും പ്രവീഷ് കുമാർ വേറെയാണ്. എൻ്റെ പേര് പ്രവീഷ് എന്നാണ്. അതിൽ പ്രവീഷ് കുമാർ എന്ന് ഔദ്യോഗിക നാമമുണ്ട്. ആരെ ഈ പ്രവീഷ് എന്ന് പറഞ്ഞ എൻ്റെ പേരിൽ സൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിവേ, പ്രവീഷും പ്രവീഷ് കുമാറും ഒന്നാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാലൊരു സാധാരണ മനുഷ്യൻ നിലയ്ക്ക് എനിക്ക് ഭ്രാന്തരത്ത്. അപ്പം ഞാൻ അവിടുന്ന് അവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. KSFE പോയി എല്ലാവരും പറയും പോലെ കുറിക്ക് അങ്ങ് ചേർന്ന് കുറിയങ്ങ് എടുത്തിട്ട് ഈസി ആയിട്ട് പൈസയുമായി വീട് പോവാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അത്രയേറെ ബുദ്ധിമുട്ടാണ്. KSFE ഉണ്ടാക്കാവുന്ന നമുക്ക് ജീവിതത്തിൽ മറ്റൊരു ബാങ്കിൽ പോലും ഇത്ര ലോൺ എടുക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത്രയേറെ ബുദ്ധിമുട്ടാണ് KSFEന്റെ ഭാഗത്തും. ദയവ് ചെയ്ത് ഇനി ഒരു മനുഷ്യനും KSFEന്റെ കുറിയിൽ ചേരരുത്. എന്തായിരുന്നു പ്രശ്നം ഒന്ന് പറഞ്ഞ? ഇതില് പ്രവീഷും പ്രവീഷ് കുമാറും വേറെ വേറെയാണല്ലേ? ആ, പ്രവീഷ് കുമാറും വേറെ ആകുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, ഈ പ്രവീഷ് ആരാ സൈൻ ചെയ്തത്? ശരി, കാരണം ഞാനിത് കുറേയായി നടക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ കുറേയായി ഈ പേപ്പറുമായിട്ട് നിങ്ങളെ പിന്നാലെ നടക്കുന്നു. ഒരു 4,20,000 രൂപേന്റെ കുറി മാത്രമാണ് ഞാൻ എടുത്തത്. അതിന്റെ പുറത്ത് ഞാൻ KSFEന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി ഔട്ട് ചെയ്യും. സോ നിങ്ങളെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇവിടുത്തെ ഒരു എനിക്ക് എടുക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. നിങ്ങളെ എന്നല്ല, നിങ്ങൾ ഇതൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിരിക്കുന്ന ഏതൊരാളും വീഡിയോ എടുക്കാൻ ഞാൻ പബ്ലിക് പേഴ്സൺ ആണ്. ഞാൻ നിങ്ങളെ സ്വകാര്യതയിലല്ല ഇടപെടുന്നത്. നിങ്ങളെ സ്വകാര്യതയിലല്ല ഞാൻ ഇടപെടുന്നത്. എന്റെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഈ ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ 5,000 മാസം 2 ലക്ഷം രൂപ. ഓക്കെ, എനിവേ, ഈ ഇരിക്കുന്ന ആള് അതിന്റെ ആൻസർ തരണം. അത് ഞാൻ വീഡിയോ എടുക്കും, ഞാൻ ഔട്ട് ചെയ്യും. കാരണം എനിക്കറിയണം നിങ്ങൾ പബ്ലിക് KSFEയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ കുറേ ദിവസമായി നടക്കാം. ഞാൻ ഇത്രയും സാധനം ഉണ്ടായി, ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഇതൊന്നും ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ല. നിങ്ങൾ എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി. എന്നെ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നറുക്ക് കിട്ടിപ്പോയി എന്ന് അവിചാരിതമായി ഒരു കുറി ഏതോ എൻ്റെ സുഹൃത്ത് എന്നെ കൊണ്ട് എടുപ്പിച്ചു. അത് അവിചാരിതമായി ഫസ്റ്റ് കുറി എനിക്ക് നറുക്ക് കിട്ടിപ്പോയി എന്ന് പറയുന്നത് തെറ്റേ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ. അത് കേട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് കാര്യമില്ല. ഞാനിത് പബ്ലിക്കാക്കും. നിങ്ങൾ തമാശ കളിയാന്ന് വിചാരിക്കണ്ട. ഞാനിത് കാണിക്കും പൊതുജനങ്ങളെ. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. KSFE എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പരിധിയുണ്ട്. എവിടെ ഞങ്ങളെ മാനേജറോടെ പോയി എനിക്കിത് കൃത്യമായി മറുപടി എടുക്കണം. തമാശ കളിക്കരുത്. ഞാൻ ഈ പേപ്പറുമായിട്ട് ഇതിലിപ്പം ഞാൻ പ്രവിയാണ് മറ്റേ പ്രവീഷാണ് ഒക്കെ തെളിയിക്കണമല്ലോ. വീണ്ടും ഇവിടുന്ന് എന്ത് തോന്നിയാസം ഇവിടെ കാണിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് ഒരു 4 ലക്ഷം രൂപ പിന്നെ കുറി വിളിച്ചു എന്ന് പറയുന്നത് തെറ്റ് ചെയ്തു പോയ എൻ്റെ പുറത്ത് ഇങ്ങനെ ആരോപിക്കണം. ഞാൻ ഈ കുറി എടുത്തുപോയി എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എനിക്ക് നിങ്ങളെ മുഴുവൻ ആൾക്കാരോട് ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ ആരും കൊണ്ട് ആൻസർ ചെയ്യണോ? ഒരു 4 ലക്ഷം രൂപ എന്നെ കുറി എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഇതുമായിട്ട് നടക്കുകയാണോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ? ഇന്നലെ 150 രൂപ എന്നോട് അയാൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ സൈറ്റിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. ആരാ ഇത്? എന്തൊക്കെ തോന്നിയ ഇത്? ഇതിനൊന്നും ചാർജ് ഇല്ലേ? KSFEക്ക് അങ്ങനെ ഒരു ചാർജ് ഇല്ലേ? വണ്ടി വിളിച്ചിട്ട് സൈറ്റ് കാണാൻ വരുന്ന ആൾക്ക് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുക്കണോ അത്? നിങ്ങളാരും ഒന്ന് പറഞ്ഞു തരണം. ഞാനിത് ലൈവാ, നിങ്ങളത് പറഞ്ഞു തരണം. നിങ്ങളാരും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഈ മുഖം കുനിച്ചിട്ട് കാര്യമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്. തമാശ കളിക്കാൻ നിൽക്കുന്നത് എൻ്റെ അടുത്ത്. ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുക തരിക, അല്ലെങ്കിൽ വിട്ടുക, പരിപാടി ഒഴിവാക്കുക. നിങ്ങളെ വീഡിയോ എന്നല്ല എല്ലാവരും വീഡിയോ ഞാൻ എടുക്കും. നിങ്ങളെ ഈ പ്രൊഫഷണൽ ഈ പബ്ലിക്കായ സംവിധാനത്തിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഴുവൻ ആൾക്കാരും വീഡിയോ ഞാൻ എടുക്കും. തമാശക്കാരൻ എവിടെ പോയി മാനേജർ? അയാൾ സീറ്റിലില്ലല്ലോ. അയാൾ എവിടെയുള്ളത്? നിങ്ങളെ 4 ലക്ഷം രൂപ കണ്ടിട്ടാണോ ഞാൻ ലോകത്ത് ജീവിക്കുന്നത്? ആവശ്യമില്ലാത്തൊരു പരിപാടി ഇതിനെ കൊണ്ട് ചേർക്കുകയും ചെയ്തിട്ട് ഞാൻ എന്നിട്ട്
അത് നറുക്ക് കിട്ടിയെന്ന് പറയുന്നത് തെറ്റല്ലേ എന്നെ സംബന്ധിച്ച് സംഭവിച്ചുള്ളൂ. ഞാൻ ഇന്നലെ വന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഇരുന്നു.